ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ നമുക്ക് 2-3 ബീറ്റ്റൂട്ടിൻ്റെ കായ് വിളവെടുക്കാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബീൻസിൻ്റെ വിളവെടുക്കാനുണ്ട്. ഇത് നിങ്ങളിന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് പരിക്കുന്നത് നിങ്ങളിന്ന് കാണിച്ചു ഒരുപാടുണ്ട്. പക്ഷെ പരിക്കാൻ ഇതെന്ന് വെച്ചാൽ ചെറിയ വായ്പ എന്തോ ഒരു പയറിനൊരു വണ്ണം വെക്കാത്ത സൈസ് ഒരുപാടുണ്ട് പരിക്കുക. കണ്ട എത്രയാന്ന് പരിക്കാന്നറിയോ? പക്ഷെങ്കിൽ എത്രയും പറിച്ചിട്ട് എന്തോ പറ്റിയ പോലെ ഒരുപാടുണ്ട്. കയ്യേ ഉള്ളൂ, ഒരുപാടുണ്ട്. കണ്ടില്ലേ ചെറിയ പയർ. എന്താ ഇത് പറ്റി? വിത്തിന്റെ മിസ്റ്റേക്കാന്നോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും നമുക്കിപ്പോൾ വിട്ട വളിയല്ലേ, അത് എടുക്കാണ്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ എന്നോട് വിളവെടുക്കുന്ന കാണിച്ചു തരണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളവെടുക്കുന്നത്. എന്താ വണ്ണം വെച്ചിട്ട് ഇനി ഒന്നിക്കല് ഇനി തകരാറ്, ഇനി എല്ലാ വിത്തിന്റെ മിസ്റ്റേക്കാന്നോ നോക്കാതെ ഇനിയും പിന്നെ എന്തെങ്കിലും ഈ വണ്ടിന്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ എന്നുള്ളത് ഇപ്പം അതിനകത്ത് ഉണ്ടായാലും നമുക്ക് തിരിയും. ഞാൻ മരുന്ന് അടിച്ചു കൊടുത്തിനല്ലോ, അതുകൊണ്ട് അതിനോട് നമുക്ക് മനസ്സിലാവും. വേറെ ഒന്നും കാണാനില്ല, ഇതിങ്ങനെ ഇതേ കാണുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാടുണ്ട്, പറിച്ചാൽ അവസാനിക്കൂല, അത്രക്ക് ഉണ്ട്. ഇത് എത്രയും പരിക്കണ്ടിക്കല് അഞ്ചോളം ഇവിടെ മെനക്കേണ്ടി വരും. അതാണ് കണ്ടാ, ഉണ്ടില്ലേ ഇതുപോലെ ഒരുപാടുണ്ട്. എന്താ ഇതിന് പരിക്കണ്ടിക്കലോ പണി. പക്ഷെ കറി വെക്കാനുണ്ട്, നല്ല രസമുണ്ടാവും. കറി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ ചെറിയതായാലും നല്ല രുചി ഉണ്ടാവും. കണ്ടില്ലേ ഇത് ഒരുപാടുണ്ട്. പറിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് സമയം ഒരുപാടാവും. നോക്കാം എന്താ ഇതിപ്പം ഇവിടെ പറിച്ച് ഉണ്ടില്ലേ, ഇതാ ഇത് കാണുന്നില്ലേ, ഇത് ഒരുപാടുണ്ട്. പറിക്കാൻ കഴിയാതെ അത്രയുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറിച്ചിട്ട് കാണിച്ചു തരാം. ഉണ്ടല്ലേ ഇപ്പൊ ഞാനിനി പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതൊന്നല്ല, ഒരുപാടുണ്ട്. അത് പറിക്കുന്നവരെ നിന്നാൽ ഒരുപാട് സമയം പോയി. ആ ബീൻസ് 2-3 ബീൻസ് കുറച്ച് എത്രയാ നോക്കാം, വണ്ണം വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് കണ്ടാ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെങ്കിൽ വണ്ണം വെച്ചിട്ടില്ല. എന്നോട് പറിക്കാം, ഞാൻ തെച്ചും പറിച്ചിട്ടില്ല. കുറച്ച് നമുക്ക് കുറച്ച് എനിക്കിന്ന് വെക്കാൻ മാത്രമേ പറിച്ചിട്ടുള്ളൂ. വണ്ണം കുറഞ്ഞു. ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചൊന്നും പറിച്ചാൽ തീരൂല, അത്രയൊക്കെ വലിപ്പം ഉണ്ടാവും. കണ്ടാ 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 അത്രയും ഉണ്ട്. കണ്ടാ അത്രയല്ലേ ഇതുള്ളൂ, അത്രയല്ലേ മേടലൂ. എന്നിട്ട് നല്ലോണം വയറുണ്ട്. കണ്ടാ ഇത് കണ്ടല്ലോ നിങ്ങള്. ഇനിയിപ്പം നമുക്കെന്നാ വേണ്ട വെച്ചാൽ ബീൻസിൻ്റെ ഇനി ബീറ്റ്റൂട്ടിൻ്റെ വിളവെടുക്കാലോ നമുക്ക്. അതും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. അത്രേ ഉള്ളൂ, 2-3 ഉള്ളൂ, എല്ലാം ഒന്നും ആയില്ല. അങ്ങനെ കുറേശ്ശെ നട്ടിട്ട് എല്ലാം ബാക്കിയായതാണ്. ഞാൻ ഇതിനിടയ്ക്ക് 2-3 ഒരു പറിച്ചിനായിരുന്നു. അന്നേരം നിങ്ങൾക്ക് ഓരോന്ന് പറിച്ചുകൊണ്ട് വിളവെടുക്കാൻ പറ്റിയിട്ടില്ല, വിളവെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാമല്ലോ, അതും കൂടി കാണിച്ചു തരാമല്ലോ. എല്ലൊന്നും വിളവെടുക്കാനായിട്ടില്ല, 2-3 ആയിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ല കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വെച്ചിട്ട് മാത്രമാണ്. നമ്മളെ നട്ടുണ്ടാക്കിയാൽ പോരല്ലോ, അത് നിങ്ങളെയും കൂടി കാണിക്കണ്ടേ. അല്ലെ പ്രത്യേകിച്ച് പറയും വിളവെടുക്കുമ്പോൾ കാണിക്കണേന്ന് പറയും എല്ലാവരും. എന്താ വെച്ചാൽ അവർക്ക് എന്തോ വിളവെടുക്കുമ്പോൾ നമ്മൾ കാണിക്കൂല, അത് ഉണ്ടാവില്ലേ എന്നുള്ളൊരു വിശ്വാസ കുറവുണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പേടിക്കേണ്ട, ഞാൻ നട്ടുണ്ടാക്കുന്ന എല്ലാ സാധനത്തിനും നിങ്ങൾക്ക് ഞാൻ വിളവെടുപ്പ് കാണിച്ചു തരും. എന്ത് സാധനമായാലും ശരി. എന്താ ഇപ്പൊ കണ്ടേ, ഇത് ഇപ്പം നട്ടതാണേ. ഇതെല്ലാം ഇപ്പം നട്ടതാണ്. ഇതൊന്നും ആയിട്ടില്ല. ഇതെല്ലാം ഇപ്പം നട്ടതാണ്. ഈ സോപ്പിന്റെ ബാഗിലെല്ലാം നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം നട്ടതാ. ഇതായിട്ടില്ല, ഇതൊന്നും ആയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതൊന്നും ആയിട്ടില്ല. ഇതൊന്നും ഇതെല്ലാം ഇപ്പം നട്ടതാ. അതെല്ലാം പോയി. ഇതാണ് ഒന്ന് ഉള്ളത് എടുക്കാനുള്ളത്. കണ്ടില്ലേ, അതെല്ലാം പോയി.
എന്താ പറ്റിയെന്നറിയാം. ഇത് കണ്ടല്ലോ, ഇതാ ഒന്നിതാ ഒന്നും കൂടി ഉണ്ട് ഇടാ. അതിലും കൂടി നമുക്കിപ്പം വിളവെടുക്കാം. കണ്ടാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. 2 എണ്ണേ ഉള്ളൂ. 2 ബാഗിൽ നട്ടതാന്ന്. ഓരോന്നേ നട്ടിട്ട് കിഴങ്ങ് ഒന്നേ കിട്ടൂ. അതിനോട് ഒരാൾ ചോദിച്ചിനി, ആരോ ചോദിച്ചിനി, ഒരു കിഴങ്ങേ കിട്ടൂ, കൂടുതൽ കിട്ടുമോന്ന്. കൂടുതൽ കിട്ടൂല, ഒറ്റ ഒന്ന് മാത്രമേ കിട്ടൂ. അതൊരു ഉള്ളി നട്ടതായിരുന്നു. അത് മഴ പെയ്തുകൊണ്ട് ഇനിയിപ്പോൾ കിട്ടും തോന്നില്ല. ഇപ്പം കണ്ടില്ലേ, ഇതാ നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം. ഇതാ ഒറ്റ ഒരു മരടേ കിട്ടൂ. ഇതാ കണ്ടാ, ഇതാ കണ്ടില്ലേ, കണ്ടാ നല്ല ഉഷാറോടെ കിട്ടിയിട്ടുണ്ട്. കണ്ടാ ഞാൻ കാണിച്ചു തരാം. മറ്റേതും കൂടി എടുക്കട്ടെ വിളവ്, എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇതാ ഇന്നും നടണം. ഇനി അടുത്ത കൊല്ലം കാലത്തെ കുറേ നട്ടിട്ട് ഇങ്ങക്ക് ഞാൻ വിളവെടുത്ത് കാണിച്ചു തരും. ഇത് ഞാൻ ആദ്യമായിട്ട് കിടന്ന് നട്ടതാന്ന്. ഇതാ നല്ല വണ്ണമുണ്ട്. കണ്ടാ, നല്ല വലിയ ഇത് കണ്ടാ, ഇതാ ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടാ, നല്ല വലിയത്, നല്ല ഉഷാറുണ്ട്. സന്തോഷമുണ്ട്. വിളവെടുക്കുന്നതിലും കെട്ടുന്നതിലും കാണുന്നതിലും നല്ല സന്തോഷമുണ്ട്. കണ്ടില്ലേ, കണ്ടാ കണ്ടാ, വലിയ തന്നെ കിട്ടി. അത്രയും ആയല്ലോ. ഞാനിത് അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നുവെച്ചാൽ കിഴങ്ങ് കിട്ടുന്നുള്ള ഉറപ്പും കൂടി എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതാ കണ്ടാ, ഉണ്ടല്ലേ, ഇതാ ഉണ്ടല്ലേ, ഇതാ കിഴങ്ങ് കണ്ടാ, നല്ല നല്ല വണ്ണമുണ്ട്. കിഴങ്ങ് കണ്ടില്ലേ, ഇതാ നല്ല അടിപൊളി കിഴങ്ങാന്ന്. ഇത്രയേ കിട്ടിയിട്ട്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിട്ടില്ല. ഇതാ കണ്ടാ, ഇതിനിടയ്ക്ക് ഞാൻ 2-3 എണ്ണം പറിച്ചിന്. ഇതിനെക്കാട്ടി മണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പറിച്ചത്, അത് വലിയതായിരുന്നു. ഇത് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇളക്കി പൊരിച്ചോണ്ട് നിന്നിട്ടാണ്. ഇതിന്റെ ഇളക്കി മാന്തിക്കൊണ്ട് നിൽക്കും. മാന്തിക്കൊണ്ട് നിന്നത് കൊണ്ടാണ് അത് വണ്ണം വെക്കാതെ. ഇല്ലെങ്കിൽ അതിലും വണ്ണം വെക്കുമായിരുന്നു. ഇന്നത്തേതും അങ്ങനെ തന്നെ. എന്താണെന്നാലും ഇന്നത്തേതായിട്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് വിളവെടുക്കാൻ. കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് ഈ ചീര വിളവെടുപ്പ് കൂടി എടുക്കാമല്ലോ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടാ, ഇത് കണ്ടാ, ചീര പച്ചച്ചീരയായിട്ടേ. ഇത് കണ്ടാ, ഇത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവന് 2 തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ദിവസം കറി വെക്കാൻ ഉണ്ടാവും. മാറ്റം ഒരു 5-10 തണ്ടുണ്ടെങ്കിൽ ദിവസം കറി വെക്കാം. ഈ 2 തണ്ടേ കൊണ്ട് ഒരു കരിക്ക് ആണല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് തേത്തിട്ട് 4-5 കമ്പ് വരും. അന്നേരം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ചുവന്ന ഈരയാന്നേ. ഇത് ഞാൻ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച അപ്പുറേ ഇവിടെ വീണ് പൊടിച്ച ഇതുണ്ടായിരുന്നു. അവിടെ തൈര് മണ്ടയ്ക്കും ചാടിയേരം പൊടിച്ച തൈ ഉണ്ടായിരുന്നു. അതാണ് ഞാനിത് എടുത്തിട്ട് അതിൽ നട്ടുകൊണ്ടായി. ഇപ്പോൾ ഇത്ര വേഗം ഇത്രപ്പാട് വിൽപ്പായത്. കണ്ടില്ലേ, കണ്ട, അത്രയും നട്ടിട്ട് 5-6 കുരു തയ്യേ ഉള്ളൂ. കണ്ടല്ലോ. അപ്പം സുഖമായിട്ട് നമുക്ക് അടിപൊളി ചീര വിളവെടുപ്പായില്ലേ. ഇഷ്ടം പോലെ നമുക്ക് തിന്നാനായില്ലേ. കണ്ട, ഒരാൾക്ക് ഇനിയിപ്പം എടുക്കാറുണ്ട് അത്രേ. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ നടുക. എന്നിട്ട് പച്ചച്ചീര ഒരു ഇഷ്ടം പോലെ. ഞാൻ പച്ചച്ചീര എടുക്കലേ ഇല്ല, ഉപയോഗിക്കലേ ഇല്ല. എനിക്ക് വെക്കാൻ നേരമില്ലായിട്ട് ഞാൻ വെക്കലുമില്ല, തിന്നലുമില്ല. അതാണ് എന്താ ഇതാ ആരെങ്കിലും വന്ന് പറിച്ച് കൊടുക്കുന്നില്ലാണ്ട് ഞാൻ പറിച്ചിട്ട് ഇനിങ്ങും കൊടുക്കും. ഇത് കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും വിളവെടുക്കുക, ഉണ്ടാക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ വിളവ് ഞാൻ കാണിച്ചു തരാം. എല്ലാറ്റിനും വിളവെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടല്ലോ, ഇതാണ് ഇപ്പം എൻ്റെ വിളവെടുപ്പായത്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ. ഇത് പിന്നെ ഇതാണ് ബീൻസ് വെച്ചാൽ ഇതിപ്പോൾ ഒരു 100 എണ്ണം എന്നല്ല ഉള്ളത്. കണ്ട, ഇത് കണ്ടില്ലേ, ഇത്രയുണ്ട്. പിന്നെ ഇത് പയറ് കണ്ട, ഇത് ആദ്യമായിട്ട് പറിച്ച പയറ് കണ്ടില്ലേ, പയറ്. പിന്നെ ഇത് വെണ്ടക്ക, ചുവന്ന വെണ്ടക്കയുണ്ട്, പിന്നെ പച്ച വെണ്ടക്കയുണ്ട്. ഇത് 2 തക്കാളിയും കിട്ടി ഇന്ന് ആദ്യമായിട്ടല്ല, ഇടയ്ക്ക് പറിക്കലുണ്ട് ഞാൻ. പിന്നെ അത് കാണിക്കലില്ല, ഓരോന്ന് 2 എണ്ണേ പറിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതങ്ങനെ കണ്ടില്ലേ. താലോലി ഇന്നലെ ഞാൻ പറിച്ചതാണ്. താലോലി അല്ല, ഞാൻ നേരത്തെ കറി വെച്ചു. ഇതിപ്പം കണ്ടല്ലോ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നമുക്ക് ഇഷ്ടം പോലെ കറി വെക്കാം. എനിക്കിപ്പം ഒരാഴ്ചത്തേക്ക് കറി വെക്കേണ്ടതായിടാ. ഇനിയിപ്പോൾ ചീരയും കൂടി ഉണ്ട് ഇടാ. കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ബീറ്റ്റൂട്ട് ഉണ്ടാക്കിയിട്ട് കറി വെക്കും ആദ്യമായിട്ട് എന്നെല്ലാം പറയുമ്പോൾ സന്തോഷമൊന്നുമില്ല. അതിനോട് സന്തോഷം അത്രേ ഉള്ളു. ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചു. ഇതിനോട് നോക്കുമ്പേ ഞാൻ ആരെല്ലോ കാണിച്ചു കൊടുത്തിന്.
ഇതിനിടയ്ക്ക് നോക്കുമ്പോ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.